ഹലോ എവരി വൺ, വെൽക്കം ടു റെച്ചു സ്റ്റേറ്റ്സ് ബഡ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ലഞ്ചിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മൾ ആദ്യം ഇത് മത്തങ്ങ വെച്ച് ഉണ്ടാക്കുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ മത്തങ്ങയാണ് മെയിനായിട്ട്. ഞാനൊരു 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. സാധാരണ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തേക്കുകയാണ്. അധികം കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. 2-3 പച്ചമുളക് ഇടുക, കുറച്ച് ഉപ്പ്, നമുക്കത് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കുക. ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ച് നല്ലോണം പ്രഷർ കുക്കർ ചെയ്ത് നമ്മൾ കൽച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. എനിക്കിവിടെ കൽച്ചട്ടിയില്ല. കുറച്ച് കറിവേപ്പിലയിട്ട് ഞാനൊരു 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 വിസിൽ കഴിഞ്ഞ് വിസിൽ പോയി കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറക്കുമ്പോൾ ഇതാണ് അവസ്ഥ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്ത് ഇതായിട്ടും കുറച്ച് വെള്ളമുണ്ട് കറിയിലിപ്പോൾ. ഞാൻ ഇത്തിരി മത്തങ്ങ ആയ കാരണം തന്നെ വെള്ളം ഇറങ്ങുമല്ലോ, കുറേശ്ശെ വെള്ളം ഇറങ്ങും. അപ്പം ഞാനും ചെറിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയുള്ളിയാണ് ടേസ്റ്റ്. സവോള ഞാൻ ചേർക്കാറില്ല. ചെറിയുള്ളിയാണ് ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇത്തിരി വെള്ളം ഉണ്ടല്ലോ, കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ കുറച്ച് വെള്ളം ഇരിക്കുമ്പോൾ തന്നെ ചെറിയുള്ളി ചേർത്ത് അതൊന്ന് ഉള്ളിയുടെ ചെറിയൊരു പച്ചച്ചോവയൊക്കെ മാറിക്കഴിഞ്ഞത് അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഒരുവിധം വറ്റിയൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതിൽ നമ്മൾ കുറച്ചും കൂടി എത്ര കറിവേപ്പില, നാടൻ ഒരു കേരള സ്റ്റൈലായിട്ടുള്ളൊരു കറിയാണ്. അത് നമുക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ അമ്പലങ്ങളിൽ അന്നദാനത്തിനൊക്കെ കിട്ടുന്നൊരു ടൈപ്പ് കറിയാണ്. പക്ഷേ ഇത് ഭയങ്കര ഒരു ഫീൽ ഗുഡ് കറിയാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലൊരു നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിനൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു കറി. അത് സൂപ്പറാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ, ഉച്ചയ്ക്ക് വൈകിട്ടായാലും കഞ്ഞിക്കൊക്കെ ആയാലും നല്ലതാണ്. ഇന്നിപ്പോൾ എന്തെങ്കിലും ഒരു പുളിയുള്ളൊരു ഐറ്റം ഉണ്ടെങ്കിൽ കട്ടത്തൈരോ മാമ്പഴ പുളിശ്ശേരിയോ മോരുകറിയോ സാമ്പാറായാലും. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കൂട്ടുന്നത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ ഒരു ഉഗ്രം കോമ്പിനേഷനാണിത്. കുറച്ച് നമ്മൾ കുത്തരിച്ചോറും ഇതൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മളിന് കുറച്ച് മുമ്പ് ഇനി നല്ലോണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കുക. അതാണ് കുറച്ച് നേരം ഇത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കി കുറച്ചൊരു പാത്രപാകം വരിക പറയില്ലേ, അതുപോലെ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കിടിലെ ഒരു കറി. ഉച്ചയ്ക്ക് ഇന്നിപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. ഇപ്പോൾ അച്ചാറുണ്ട്, സാമ്പാറുണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, ഒപ്പം മത്തങ്ങ മെഴുക്കുവരട്ടിയുണ്ട്. ഇതും കൂടി കൂട്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഭംഗിയിലെടുത്ത് വെച്ചതാണ്. ആളെത്തിയിട്ടില്ല, ആളെത്തി കഴിക്കാം.